ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് തൂവൽ വാട്ടർഫാളിലേക്കാണ്. ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്ത് നിന്നും ഏകദേശം 10 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഈ വാട്ടർഫാളിൽ എത്തിച്ചേരാവുന്നതാണ്. നമ്മളിപ്പോൾ വാട്ടർഫാളിലേക്ക് ഇറങ്ങുന്ന ജംഗ്ഷനിലാണ് എത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നു. അവിടെ ഒരു ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത കടയിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ നടന്നാൽ വാട്ടർഫാളിൻ്റെ അടുത്ത് എത്താമെന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് നടന്നു നോക്കാം. ചെറിയ നടപ്പാത ആയതിനാൽ തെന്നി വീഴാതെ നോക്കണം. മുന്നോട്ട് നടക്കും തോറും വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയൊരു ഇരുമ്പല് പോലെ ശബ്ദമൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് പഞ്ചായത്ത് വക ഒരു മുന്നറിയിപ്പ് ബോർഡാണ്. നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ നോക്കണം. ഇവിടെ ടിക്കറ്റ് കൗണ്ടറോ സെക്യൂരിറ്റിയോ ഒന്നും നിലവിലില്ല. നമ്മളിപ്പോൾ കാണുന്നത് മനോഹരമായ ഒരു നടപ്പാലമാണ്. ഈ പാലം വഴി നമുക്ക് വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ മറുകരയിൽ എത്താൻ സാധിക്കും. പാലം ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്നതിനാൽ ഇത്രയും ഹൈറ്റിൽ നിന്നുകൊണ്ട് സുരക്ഷിതമായി വെള്ളച്ചാട്ടവും പ്രകൃതി ഭംഗിയുമൊക്കെ നന്നായി ആസ്വദിക്കാൻ സാധിക്കും. എങ്കിലും കുട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ കൈവരിയുടെ ഇടയിലൂടെ തെന്നി വീഴാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ വാട്ടർഫാൾ മനോഹരമാണെങ്കിലും അപകടകാരി കൂടിയുമാണ്. ഏകദേശം 10ഓളം ആളുകൾ താഴത്തെ കയത്തിൽ വീണ് മരിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തൂവൽ വാട്ടർഫാളിൻ്റെ ആകാശ ദൃശ്യം ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്ത് നിന്നുള്ള കാഴ്ച കാണണമെങ്കിൽ ചെങ്കുത്തായ വനത്തെ കൂടി നല്ല ദൂരം നടക്കണം. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ റെഡ് അലർട്ട് ആയതിനാൽ ഇന്ന് സഞ്ചാരികൾ ആരും തന്നെ ഇവിടെ ഇല്ല. എന്തായാലും താഴെ ഇറങ്ങി പോകുവാൻ പ്രദേശവാസിയായ ജോസ്മോനെ കമ്പനിക്ക് കിട്ടി. താഴേക്ക് പോകുന്നത് നല്ല റിസ്ക്കാണ്. മഴയായതിനാൽ വഴി മുഴുവൻ കാട് മൂടി കിടക്കുകയാണ്. താഴ്ഭാഗത്തേക്ക് നല്ല ഇറക്കമാണ്. വളരെ ശ്രദ്ധിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ താഴെ എത്തി. അടിപൊളി, സൂപ്പർ. താഴെ ഇറങ്ങി വന്നതിൽ വൻ നഷ്ടമായിരുന്നു. ഇത്രയും ഹൈറ്റിൽ നിന്നുള്ള ആ വെള്ളച്ചാട്ടത്തിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഗംഭീരം. കുറച്ച് താഴേക്ക് ഇറങ്ങി നിന്നുള്ള കാഴ്ച ഒന്ന് നോക്കാം. നല്ല വഴുക്കലാണ്.
തൂവൽ വാട്ടർഫാളിൻ്റെ യഥാർത്ഥ ഭംഗി താഴെ നിന്നുള്ള കാഴ്ചയാണ്. വെള്ളം ഇത്ര ഉയരത്തിൽ നിന്നും പാറയിലൊക്കെ തട്ടി ഒരു തൂവലിൻ്റെ ആകൃതിയിൽ തെറിക്കുന്നത് ഒരു കാഴ്ച തന്നെയാണ്. നമ്മൾ നടക്കുന്ന പാറയെല്ലാം പായൽ പിടിച്ച് നല്ല നനവോടെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മൂന്നാറിലെ കോടമഞ്ഞ് പോലെ തോന്നും നമുക്ക് വെള്ളം അങ്ങനെ കാറ്റിൽ പറക്കുന്നത് കണ്ടാൽ. നമ്മുടെ യാത്രയിൽ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങി വരുന്നതിന് വഴി കാണിക്കുകയും ഈ യാത്രയിൽ എന്നോടൊപ്പം കട്ടയ്ക്ക് കൂടെ നിൽക്കുകയും ചെയ്ത ജോസ്മോനാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. വാട്ടർഫാളിനെ കൂടുതൽ മനോഹരമാക്കിക്കൊണ്ട് പല ഭാഗങ്ങളിലും മഴവില്ലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ കാഴ്ചകൾ അതിഗംഭീരമായിരുന്നു. ഇനി നമുക്ക് മടക്കയാത്രയ്ക്കായി നൂറിലേക്കുള്ള മല കയറാം. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും പുതിയ ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്ത ഇടുക്കി ജില്ലയിലെ തന്നെ ഒരു മുൻനിര ടൂറിസ്റ്റ് കേന്ദ്രമായി തൂവൽ വാട്ടർഫാളിന് മാറാൻ കഴിയും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.